ഒരു എത്തിക്സ് എന്നൊരു ചാനൽ വിട്ടു പോയി കഴിഞ്ഞാൽ അവർ എത്ര വലിയ കൊമ്പനാണെങ്കിലും അവന് സപ്പോർട്ട് നമ്മൾ കൊടുക്കരുതെന്നാണ് ഞാൻ പറയണേ. ഇങ്ങനെയുള്ള ചാനലുകൾ സത്യം പറഞ്ഞ ഏഷ്യാനെറ്റ് റിമൂവ് ചെയ്യാനുള്ള പണി നോക്കണം. അടുത്ത പ്രാവശ്യം ഇവനെ പോലുള്ള ചാനൽ ഒരു രീതിയിൽ നമ്മൾ അനുവദിക്കരുത്. പ്രേക്ഷകനും തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് ഒരു വൺ സൈഡ് ഒരാൾ സപ്പോർട്ടും കൊടുത്ത് എന്താ പറയുക പക്ക മൂഞ്ചിക്കണ പരിപാടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്തിടെയായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് നമ്മളുടെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. PR വർക്കുമായി ബന്ധപ്പെട്ട് ഇന്ന ആളുകൾക്ക് ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സമ്മർ മീഡിയ എന്നൊരു ചാനൽ ഉണ്ട്. ആ ചാനൽ 5 ലക്ഷം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് എന്തോ അത് ജെന്യൂനായിട്ട് പറയുന്നതാണോ എന്താണോ നമുക്കറിയത്തില്ല. നമ്മളത് അന്വേഷിക്കാനും പോകുന്നില്ല. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തോ ആയിക്കോട്ടെ, പുള്ളി അങ്ങനത്തെ ചെറ്റപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാണ്. പുള്ളി ഇത്തവണയും ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങി, വെച്ച് കാച്ചൽ തുടങ്ങി, കീച്ചൽ തുടങ്ങി, അങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്കും പുള്ളിയുടെ വോയിസിന് ഒരു പവറുണ്ട്. കുറേ വർഷമായിട്ട് ഈ പണിയല്ലേ പുള്ളിക്കുള്ളൂ. അപ്പോൾ നമുക്കും ചാനലിൽ ഇരുന്ന് കാണാനായിട്ട് തോന്നും. കാരണം ഒരു സംഭവം ഇപ്പോൾ ഒരാളിങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനായിട്ട് പാവപ്പെട്ട കുറേ ആളുകളുണ്ടാവും. പാവപ്പെട്ട ആളുകളെല്ലാം നമ്മളെ മലയാളികളിൽ ഒരു തെറ്റായിട്ടൊരു സെറ്റപ്പ് തന്നെയാണ്. ഒരു സെറ്റപ്പുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ അങ്ങടെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയോ, ഒരു ചെറിയ ചാനൽ ഒരു ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല എന്ന് വലിയൊരുത്തൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ സെറ്റപ്പ് ഈ സമ്മർ മീഡിയയൊക്കെ ഉണ്ട്. സമ്മർ മീഡിയ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കാറുണ്ട്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു അതാണ് ശരി, ഒരിക്കലല്ല. ഇതിന് കുറേ സബ്സ്ക്രൈബേഴ്സ് എത്തിയെന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നതാണ് ശരി, അയാളാണ് ജെന്യൂൻ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കില്ല. ഇതുപോലെയുള്ള ചാനലുകൾ നിങ്ങൾ സപ്പോർട്ട് ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ പറയണത്. പുള്ളിയുടെ ആദ്യമൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസ് ആണ് തോന്നിയത് ഇത്തവണ സീസൺ ആണെങ്കിൽ പോലും. പക്ഷെ പിന്നീട് ആയതിന് പുള്ളി നിങ്ങൾ അവസാനത്തെ വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ കുണുവാവേനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഇത് ഒരു PR പോലെ തോന്നി പോവുക. അങ്ങനെ എന്താ വാങ്ങിയില്ലെന്ന് നമുക്കറിയത്തില്ല. അത് ഒരു സംഭവം ഞാൻ പറയണില്ല, എനിക്കറിയത്തില്ല. പക്ഷെ തോന്നിയ കാര്യം ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, പുള്ളി ഇങ്ങനെ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. വീഡിയോസൊക്കെ പുള്ളി ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾക്ക്. ശരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, സമ്മർ മീഡിയ പോലും ഇപ്പോൾ PR വർക്കിലേക്ക് പോയി എന്നാ തോന്നിപ്പോകുന്നു. അതുപോലെയാണ് വീഡിയോസ്. ഒരാളെങ്ങനെ പൊക്കി പിടിച്ച് അത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്നല്ല, പൈസ വാങ്ങി ഊമ്പിയിട്ടാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും കൊള്ളാം. എന്താ പറയുക, സാധാരണ ആളുകൾ വെറും മണ്ടന്മാരാക്കുക എന്നുള്ളതാണ്. ഒരു എത്തിക്സ് എന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല എന്നുള്ളത്. എത്തിക്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാനലല്ല സമ്മർ മീഡിയ എന്ന് കൃത്യമായി അടിവരയിട്ട് പറയുന്ന വീഡിയോസാണ്. അവസാനം വന്ന എല്ലാ വീഡിയോസും നിങ്ങൾ എടുത്തു നോക്കി നാണം തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ എഫക്റ്റ് ആ വീഡിയോസിനുണ്ട്. പുള്ളിയുടെ മുമ്പുള്ള വീഡിയോസിൻ്റെ ഒക്കെ വ്യൂസ് ആ വീഡിയോസിനുണ്ടോ നിങ്ങൾ നോക്കിയില്ല. അപ്പോൾ സ്വന്തം എത്തിക്സും സ്വന്തം നിലപാടും കളഞ്ഞ വീഡിയോസ് പുള്ളി ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി നടത്തിയിട്ടുള്ളത്. സ്വന്തം നിലപാടിൽ സ്വന്തം ക്യാരക്ടർ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നില്ല എന്താ കാര്യം. ഇപ്പോൾ ഫേസ് വെച്ച് പുള്ളിക്ക് വന്ന് പറയാൻ പുള്ളിക്ക് പറ്റത്തില്ല. കാരണം എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ എങ്ങനെ ഫേസ് വെച്ച് വന്ന് പറയും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകൾ പോലും ഫേസ് വെച്ച് വന്ന് പറയുക. കാരണം നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കേസുകളാണ് പറയുന്നത്. നമുക്ക് ഉള്ളതുപോലെ പറയാനായിട്ട് മടിയില്ല. ഇവരെ പോലുള്ളവർ ഇങ്ങനെ ഒളിച്ചിരുന്ന് പറയാനേ അവർക്ക് പറ്റത്തുള്ളൂ. ഇപ്പം ഇതുപോലുള്ള ചാനലുകൾ സപ്പോർട്ട് ശരിക്കും ചെയ്യരുത്. ഒരു എത്തിക്സ് എന്നൊരു ചാനൽ വിട്ടു പോയി കഴിഞ്ഞാൽ അവർ എത്ര വലിയ കൊമ്പനാണെങ്കിലും അവന് സപ്പോർട്ട് നമ്മൾ കൊടുക്കരുതെന്നാണ് ഞാൻ പറയണേ. ഇങ്ങനെയുള്ള ചാനലുകൾ സത്യം പറഞ്ഞ ഏഷ്യാനെറ്റ് റിമൂവ് ചെയ്യാനുള്ള പണി നോക്കണം. അടുത്ത പ്രാവശ്യം ഇവനെ പോലുള്ള ചാനൽ ഒരു രീതിയിൽ നമ്മൾ അനുവദിക്കരുത്. പ്രേക്ഷകനും തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് ഒരു വൺ സൈഡ് ഒരാൾ സപ്പോർട്ടും കൊടുത്ത് എന്താ പറയുക പക്ക മൂഞ്ചിക്കണ പരിപാടി. ഇതുപോലെ ചെയ്യുന്ന ചാനലുകൾ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നാണ് ഞാൻ പറയണം. എന്താണെങ്കിലും പൈസ വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അവനെ അനുഭവിക്കുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പൈസ വാങ്ങി നീ ഊമ്പിക്കോ, ജനങ്ങളെ ഊമ്പിച്ചോ. നീ ഇപ്പം ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. എന്താണെങ്കിലും വാങ്ങിയില്ലെന്ന് നമുക്ക് അറിയത്തില്ല. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് നിനക്ക് കാത്തിരിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഒരു വട്ടപൂജ്യമായിട്ട് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് സമ്മർ മീഡിയ മാത്രമല്ല, ഇതുപോലെ പൈസ വാങ്ങിയിട്ട് പോകുന്ന ചാനലുകൾ, ഇതുപോലെ ജനങ്ങളെ പറ്റിക്കുന്ന ചാനലുകൾ ഒരു സമയമാകുമ്പോൾ ഉറപ്പായിട്ടും വേറെ വട്ടപൂജ്യമായിട്ട് പോകും.
അത് 100% കാത്തിരിക്കുന്ന കാര്യമാണ്. എന്താണെങ്കിലും കാത്തിരിക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവരെ പോലെ ചാനലുകളൊക്കെ പലപ്പോഴും കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചാനലിനെ പറ്റി പറയാനായിട്ട് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ചാനലാണ്. നമ്മൾ സപ്പോർട്ട് വെച്ചാൽ നമ്മൾ കണ്ട് സപ്പോർട്ട്, നമ്മൾ ഓക്കെ നല്ലൊരു ചാനലാണ്, പുതിയ ജെന്യൂൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണെന്നൊക്കെ തോന്നിയിട്ടാണ് നമ്മളത് ആ ചാനൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരാണെന്ന് പറഞ്ഞാലും നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് വേറെ ഏതെങ്കിലും ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാനിത് പറയുന്നു, ഈ പണി ശരിയല്ല. എന്താണെങ്കിലും എനിക്ക് തോന്നിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ വീഡിയോസിനെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.